എന്താണ് അവിടെ ബഹളം? ആശാന്റെ മുണ്ടുരിഞ്ഞ് കുമ്പളങ്ങ താഴെ പോയി. ആശാന്റെ താഴെ ഒരു പടവലങ്ങ. അതെന്റെ അല്ല, സാധനങ്ങളല്ല പറക്കാൻ അങ്ങോട്ട് പോയി. ആശാനെ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കല്യാണമാണ്. എനിക്ക് അന്ന് ഇന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആശാൻ ഇവിടെ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോരും. ചെന്ന് കേറിക്കോട്. എടാ ഗുണ്ട വാസു കൊണ്ട മോളെ കല്യാണം തന്നെ. ചെന്ന് കേറിക്കൊടുത്ത് അങ്ങനെ നമ്മളെ രണ്ടുപേരും വെട്ടൂലേടാ. ഞാനിവിടെ പാചകത്തിന് വന്നല്ല, ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാ. കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ തട്ടി മുട്ടിയും പണിക്കുന്നില്ലേ? ഇതിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നൈസ് നമുക്ക് പെണ്ണിനെ കൊണ്ടുപോടാ. ഉറപ്പാണല്ലോ? ഉറപ്പ്. ആശാൻ എന്റെ കൂടെ തന്നെ കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റി. പിന്നെ ഇഡലിക്ക് 2 മുണ്ട് വേണം. എന്നാ പിന്നെ സാമ്പാറിന് 2 നിക്കറും കൂടെ പറഞ്ഞു. ആശാനത്ത് എന്ത് വർത്താനാണ് ഈ പറയണത്? ഇഡലി മുണ്ട് വേണ്ടേ? എന്റെ ആശാൻ ഈ കല്യാണ വീട്ടിൽ എന്തിനാണ് ഇഡലി? കല്യാണ വീട്ടിലല്ല, പിന്നെ വാസോണ്ണ എന്തായാലും നിന്നെ കൊല്ലുമല്ലോ. നിന്റെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനാണ് പറഞ്ഞേ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ആശാനെ. പോയിട്ട് സ്വാഗത വെള്ളം റെഡിയാക്കടാ. സ്വാഗത വെള്ളോ? ആൾക്കാർ വരുമ്പോ കൊടുക്കണ വെള്ളം ഇല്ലടാ. ഓ, വെൽക്കം ഡ്രിങ്ക്. ആശാനെ, സ്വാഗത വെള്ളം പൊളിഞ്ഞു കേട്ടോ. എന്താടാ താണ്ട് ഇതിനകത്ത് മൊത്തം കൊതുക് മുട്ടയിട്ട് വെച്ചേക്കോ. ദൈവമേ, ഒറ്റ ദിവസം കൊണ്ട് മുട്ടയിട്ട. എടാ, അത് കൊതുക് മുട്ടയിട്ട് വെച്ചേക്കല്ല, പിന്നെ കസ്കസ് കലക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ആരാ ക്രിസ്മസ് കലക്കിയത്? ക്രിസ്മസ് അല്ല, കസ്കസ്. ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യണം. ആശാനെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയുക. ഇത്ര നേരമായിട്ട് അവളെ എങ്ങനെ വിളിച്ചോണ്ട് പോകണമെന്നുള്ളൊരു ഐഡിയ ആശാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഒരു പണിയും ചെയ്യത്തില്ല. നീ പണി ചെയ്യൂല. നിന്റെ ഒരേ ഒരു ശത്രു ആരാണ്? വാസുവണ്ണൻ. അതെ, വാസുവണ്ണ. ഇത് ഈ പടമല്ലെങ്കിൽ ഇതാണ് വാസുവണ്ണൻ. എടാ വാസു, പുള്ളിനെ ഞാൻ ഒതുക്കി വെച്ച്. പിന്നെ കല്യാണ ചെറുക്കൻ ഇല്ലേ? കല്യാണ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇത് ക്യാരറ്റാ. പിന്നെ നിന്റെ പെങ്കൊച്ച് എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ തക്കാളി പോലത്തെ കൊച്ചാണ്. അയ്യോ ചക്കരമുത്ത. അയ്യോടാ, ഇനിയുള്ളത് ആരാ? സുന്ദരനും സുഖനുമായ ഞാൻ. നിന്റെ ഈ പെണ്ണിനെ പ്രേമിച്ചിട്ട് എത്ര നാളായി? 5 വർഷം. 5 വർഷം. അതെ. ഉമ്മ എല്ലാം കൊടുത്തായിരുന്ന? ഇതുവരെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിനക്ക് പറ്റിയൊരു സാധനം ഉണ്ട്, പിടിച്ചോ. ഞാൻ കിഴങ്ങ. പിന്നെ 5 വർഷം പ്രേമിച്ചിട്ട് ഒരു ഉമ്മ പോലും കൊടുക്കാത്ത പിന്നെ നിന്നെ എന്താ വിളിക്കാനുള്ള? എന്റെ പൊന്നാശാൻ, ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഈ പറയുന്നത്? ഐഡിയ ഉണ്ട്. എന്താണ്? ബുദ്ധി ഉപയോഗിക്കണം. ആദ്യം നമ്മൾ വാസുവണ്ണനെ ഒതുക്കണം. വാസുവണ്ണനെ എടുത്തു. കറിക്കത്തി എടുത്തു. അരിയടാ വാസുവണ്ണനെ. എടോ വാസു, നിന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തരത്തില്ലല്ലേ? വാസുവണ്ണന്റെ കാര്യം തീരുമാനം. അടുത്ത ശത്രു ആരാണ്? ചെറുക്കൻ. അതെ, അരിയടാ അവനാ. എന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകലടാ വൃത്തികെട്ടവനെ. ഓക്കെ, ഇത് കൊള്ളല്ലേ? അതിനെ എന്റെ പെണ്ണിനെ എടുത്ത് കടിച്ചെന്തിന്? അയ്യോ, അതെന്നെ വൃത്തികെട്ട പരിപാടിയാ കടിച്ചത്. പെട്ടെന്ന് വിശന്നപ്പോ വിശന്നെന്ന് പറഞ്ഞോണ്ട് എന്റെ പെണ്ണിനെയാണ് എടുത്ത് കടിക്കുന്നത്. സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവം കടികൊണ്ടിരിക്കുക. ചെയ്യാൻ പാടില്ല. വാസുവണ്ണ ഒതുക്കി കഴിഞ്ഞാൽ വാസുവണ്ണ ശിങ്കിടികൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കില്ല, ഒരിക്കലുമില്ല. അവന്മാര് പടലയോടെ വന്നടാ. ആണോ? അവന്മാര് വന്നില്ലേ? ആ കിടക്കണം. ഒരുപാട് പേരുണ്ടല്ലോ. തുരുതുരാ ഞാൻ അരി. ഒരു കുഴപ്പമില്ല. ദാണ്ടേ, ഇതിനകത്തൊരു പ്രായപൂർത്തിയാത്തൊരു ചെറുക്കനുണ്ട്. ഇവനെ എടുത്ത് ദൂരത്ത് കളയണം. അവൻ പാവപ്പെട്ട അവിടെ കിടക്കട്ടെ. അവനെങ്കിൽ പോട്ടെ. അടവടായിരുന്നു. വാസു കുമ്പളങ്ങ. ഗുണ്ട വാസു, എന്റെ മോളുടെ കല്യാണമാണ്. എന്റെ ഒരേ ഒരു മോൾ. മത്തങ്ങ. എന്റെ കൂടെ വന്നാണ് പണിക്കായിട്ട് വന്നൊരു പാവപ്പെട്ട പയ്യനാണ്. ഞാൻ വന്ന സമയത്ത് ഇവൻ ചൊറിയാണ്. നീ അവനെ മാറ്റിയെടുത്ത് പറയണം, അവന്റെ ജനറേഷൻ അല്ല എന്റെ ജനറേഷൻ ഒന്നും. ചെറുക്കന്റെ കാര്യം എന്താടാ കാണിച്ചാ? ഞാൻ എന്ത് ചെയ്തു? നീ അങ്ങനെ ജനറേറ്റർ ഇടാ. എന്റെ പൊന്നാശാൻ, ആശാന് കണ്ടറിഞ്ഞൂടെ ഞാനൊരു ജനറേറ്റർ ഇല്ലാത്തവനാണ്. അവ അങ്ങനെ എങ്ങനെയൊന്നും എടുക്കൂല. ചെറിയ റിമോട്ടിന്റെ ബാറ്ററി കിട്ടി കഴിഞ്ഞാൽ അടിച്ചോണ്ടു, അല്ലാതെ വേറെ ഒന്നും എടുക്കൂല. എന്തോന്നു എന്താ സാധനം എടുത്തെന്ന് പറഞ്ഞ? ജനറേഷൻ. അവന്റെ കാലഘട്ടം വേറെ, എന്റെ കാലഘട്ടം വേറെ. കാലഘട്ടം അതാണ്. അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അവൻ അറിയില്ല കാര്യങ്ങൾ. ഇയാള് പിന്നെ കോളേജിൽ പോയിട്ടുണ്ടല്ലോ. പിന്നെ വന്നാണ് എന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ നീ പല സ്ഥലങ്ങളിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ മോൾക്ക് എന്താണ് സ്പെഷ്യൽ ഇവിടെ കല്യാണം? കല്യാണത്തെ സൂപ്പർ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോന്നാണ്? നമ്മളെ മക്കളെ ഇടങ്ങോട്ട് ഒരു നാരങ്ങ അച്ചാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറൈറ്റി നാരങ്ങ അച്ചാർ സെറ്റ് ചെയ്തു. അടിപൊളിയാ. കൈപ്പടാ തൊലിക്കല്ലേ? നാരങ്ങയുടെ തൊലിക്കല്ലേ കഴിക്കും. അത് മാറ്റിയിട്ട് നോക്കിയാണ്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സൂപ്പർ. ഇത് മൊത്തത്തിൽ വിളമ്പേണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ